In this video, we are discussing how sums and areas are related, how sums and areas and the integral is related. ഇൻ്റഗ്രലും സമ്മും ഏരിയാസും എങ്ങനെ റിലേറ്റഡ് ആവും? ഓൾറെഡി നമുക്കറിയാം, ഒരു ഗ്രാഫിന് നമ്മൾ ജസ്റ്റ് ഒരു കാർനോട്ട് എൻജിൻ്റെ എനർജിയൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഏരിയ കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ. അതാണ് അത്. ആ ഏരിയയാണ് ആക്ച്വലി അവിടെ എന്തായിട്ട് വരുന്നത്, നമ്മളവിടെ ഇൻ്റഗ്രൽ സൈനിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസും ഏരിയാസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മളിത് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഇത് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമ്പിൾ, ഏരിയാസ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആസ് സംസ് ഓഫ് ഏരിയാസ് ഓഫ് റെക്റ്റാങ്കിൾസ്. ദ ഫംഗ്ഷൻ ജി ഈസ് ഡിഫൈൻഡ് ഓൺ. ഇത് ആക്ച്വലി സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് റേഞ്ച് സെറ്റിൽ വരിക. ഇവിടുത്തെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -4 to -2 വരെയുള്ള ഇൻ്റർവെല്ലിൽ 4ഉം, -2 to 2 വരെയുള്ള ഇൻ്റർവെല്ലിൽ 2ഉം, 2 to 4 വരെയുള്ള ഇൻ്റർവെല്ലിൽ 3ഉം ആണ് ആക്ച്വലി ഇവിടെയുള്ള എന്ത് വരുന്നത്, ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. -4 to -2 വാല്യൂ വരുന്നത് 4 ആണ്. -4 to -2 വാല്യൂ വരുന്നത് 4 ആണ്. ആൻഡ് -2 മുതൽ -2 ഇൻക്ലൂഡഡ് അല്ല 2 വരെ. അപ്പോൾ -2 2 ഇൻക്ലൂഡഡ് അല്ല, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ് വരുന്നത്. ആൻഡ് 2 to 4 ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ് വരുന്നത്. 2 to 4 ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ് വരുന്നത്. നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നു, നേരെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു ഏരിയ റെക്റ്റാങ്കിൾസ് ആക്കി മാറ്റുന്നു. ഇതിനെ ഒരു റെക്റ്റാങ്കിൾസ് ആക്കി മാറ്റുന്നു ആ റേഞ്ച് വരെ. അതായത് -4 to -2 വരെയുള്ള റെക്റ്റാങ്കിൾ ഒന്ന്, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഈ ഒരു റെക്റ്റാങ്കിൾ, അതായത് -2 to 2 വരെയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ വെച്ചുള്ള റെക്റ്റാങ്കിൾ, അടുത്തത് 2 to 4 വരെ വെച്ചുള്ള റെക്റ്റാങ്കിൾ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ പ്ലോട്ട് ചെയ്ത് അതിനൊരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റും. ഇതാണ് നമുക്ക് റെക്റ്റാങ്കിൾസ് ഇവിടെ കിട്ടുന്നത്. ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ്സ് ഗ്രാഫ് അപ്പിയേഴ്സ് ടു ബി സ്റ്റെപ്സ്. അതായത് ആ ഗ്രാഫ് എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് സ്റ്റെപ്പ് ഫോമിലേക്കാണ് ആക്ച്വലി ഫംഗ്ഷൻ വരുന്നത്. അതായത് ഒരു വേവ് ഫോമോ അല്ലെങ്കിൽ ഒരു സ്ലോപ്പ്, അതായത് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈന് പോലെയോ അല്ല നമുക്ക് വരുന്നത്. ആക്ച്വലി ഇതൊക്കെ എന്താണ്, ഒരു സ്റ്റെപ്പ് ഫോമിലേക്കാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വരുന്നത്. ദ റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു റെക്റ്റാങ്കിൾസ്. ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾസ് ആക്കി ഗ്രാഫ് ഫംഗ്ഷനെ നമ്മൾ മാറ്റി. ആൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ്റെ ഏരിയ പ്ലസ് ഈ ഒരു ടോട്ടൽ സെക്ഷൻ്റെ ഏരിയ പ്ലസ് ഈ ഒരു സെക്ഷൻ്റെ ഏരിയ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്ച്വലി ഏരിയ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഏരിയ ക്യാൻ ബി എക്സ്പ്രസ്ഡ് as sums. ഏരിയ നമുക്ക് എങ്ങനെ കാണാം, ഏരിയ ക്യാൻ ബി എക്സ്പ്രസ്ഡ് as a sum. സമ്മായിട്ട് നമ്മൾ എന്താക്കുന്നു, ഇറ്റ് ഈസ് കോമൺ ടു റൈറ്റ് ഡെൽറ്റ xi ഫോർ എ ലെങ്ത് xi - xi - 1. ഇറ്റ് ഈസ് കോമൺ. അതായത് നമ്മളിവിടെ ഉള്ള റേഞ്ച് നോക്കുക. ആക്ച്വലി എക്സ് ആക്സിസിൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ നോക്കൂ, -4 and -2. ഈ ഒരു ഡിഫറൻസ് ആക്ച്വലി 2 ആണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അതേപോലെ -2 to 2 ഏതാണ് ഈ ഒരു ഡിഫറൻസ്, അതായത് എക്സ് ആക്സിസിൽ വരുന്ന ഡിഫറൻസ്. ലെങ്ത്, അതായത് ഈ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ലെങ്ത് ഓർ ബ്രെഡ്ത്ത്, ചിലപ്പോൾ ലെങ്ത് ആവാം ചിലപ്പോൾ ബ്രെഡ്ത്ത് ആവാം. നമ്മൾ അതിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി xi - xi - 1. ഫസ്റ്റ് സെക്ഷനിൽ -2 - -4, സെക്കൻഡ് സെക്ഷനിൽ 2 - -2, തേർഡ് സെക്ഷനിൽ 4 - 2. അങ്ങനെയുള്ള നമുക്ക് ഒരു ജനറൽ ഫോമാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള xi - xi - 1 ഫോർ ദി ith പാർട്ടീഷൻ ഇൻ്റർവൽ. ഇത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ ഇത് ഫസ്റ്റ് പാർട്ടീഷൻ, ഇത് സെക്കൻഡ് പാർട്ടീഷൻ, ഇത് തേർഡ് പാർട്ടീഷൻ, 3 എണ്ണേ നമുക്കുള്ളൂ. 3 ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായി, ഇങ്ങനെയുള്ള നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നിട്ട് xi - xi - 1ൽ ki ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഫസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് -4 to -2 ആണ്. അവിടുത്തെ
ഫംഗ്ഷൻ വാല്യൂ നമുക്കറിയാം 4 ആണ്. -2 to 2 ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. 2 to 4 ഫംഗ്ഷൻ വാല്യൂ 3 ആണ്. അപ്പോൾ അതിനെ നമ്മൾ KIs എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിട്ടാണ് വരിക? ഏരിയ ഈസ് ആക്ച്വലി ഈക്വൽ ടു this length into this length into എന്തെന്ന് വരുന്നു? ഈ ലെങ്ത്. this length into this part will be ഫംഗ്ഷൻ വാല്യൂ. നമുക്ക് y ആക്സിൽ നമ്മൾ ഫംഗ്ഷനാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫംഗ്ഷൻ വാല്യൂ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് xi - 1. ഹിയർ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് -2 - -4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സെക്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ സം എടുക്കുക. ദാറ്റ് ഈസ് k1 ഇൻ ഫംഗ്ഷൻ വാല്യൂ ഇൻറ്റു എക്സ് ആക്സിലുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് Δx1 പ്ലസ് k2 ഇൻറ്റു Δx2 പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു Δxn. ദാറ്റ് ഈസ് സമ്മേഷൻ ഐ ഫ്രം എത്ര ഇൻ്റർവെലാണുള്ളത്? ഹിയർ നമുക്കിവിടെ ഉള്ളത് ആക്ച്വലി 3 ഇൻ്റർവെലേ ഉള്ളൂ. 3 ഇൻ്റർവെല്ലും 3 ഫംഗ്ഷൻ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ഇൻ്റർവെലാണുള്ളത് അത്രയും സമ്മേഷൻ എടുത്തിട്ട് KI ഇൻറ്റു Δxi കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ എക്സാമ്പിളിൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് x0 എന്ന് പറയുന്നത് -4 ആണ്. പാർട്ടീഷൻ വരുന്നത് x0 -4 to -2 ആൻഡ് ദെൻ -2 to -2 ദെൻ 2 to 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? Δxi ദാറ്റ് ഈസ് xi - xi - 1. Δxi എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ -2 - -4 ദാറ്റ് ഈസ് 2 ആൻഡ് Δx2 രണ്ടാമത്തെ പാർട്ടീഷൻ x2 - x1 ദാറ്റ് ഈസ് 2 - -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദെൻ Δx3 x3 - x2 ദാറ്റ് ഈസ് 4 - 2 ഈസ് ഈക്വൽ ടു 2. ഹെൻസ് ദി ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം k1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ്റർവെൽ വാല്യൂ ഫംഗ്ഷൻ വാല്യൂ 4 ആണ്. സെക്കൻഡ് ഇൻ്റർവെൽ ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. തേർഡ് ഇൻ്റർവെൽ ഫംഗ്ഷൻ വാല്യൂ 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 8 + 8 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 22. ദാറ്റ് ഈസ് ദി സം. ദാറ്റ് ഈസ് ദി ആക്ച്വലി അത് തന്നെയാണ് ശരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആക്ച്വലി അത് തന്നെയാണ് വരിക. ഇനി എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ജനറലൈസ് ചെയ്ത്? A function g defined on AB is a step function. It can be broken up into intervals of with Δxi. അതായത് അതിനെ നമുക്ക് എന്താക്കുന്നു? ഓരോ എ ബിനെ നമ്മൾ ഓരോ ഇൻ്റർവെലായിട്ട് ചൂസ് ചെയ്ത് ആ ഇൻ്റർവെല്ലിൽ ഓൺ ഈച്ച് ഓഫ് വിച്ച് ആ ഈച്ച് ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും? ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് നമുക്ക് കിട്ടണം. ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. ഹിയർ നമ്മൾ നോക്കൂ, -4 to -2 ഫംഗ്ഷൻ 4 ആണ്, ഫംഗ്ഷൻ 4 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. -2 to 2 ഫംഗ്ഷൻ 2 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. 2 to 4 ഫംഗ്ഷൻ 3 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഇഫ് ഈച്ച് ki ഈസ് നോൺ നെഗറ്റീവ്, അതായത് നോൺ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ then the area under the graph of G എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്റ്റ് സമ്മേഷൻ ആയിരിക്കും. അഥവാ k1 ഇൻറ്റു ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്, k2 ഇൻറ്റു ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്, kn ഇൻറ്റു ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്. ഇത് നമ്മൾ ജനറലൈസ് സിഗ്മ നൊട്ടേഷൻ വെച്ചിട്ട് സിഗ്മ i = 1 to n ki ഇൻറ്റു Δxi എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതും. ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു ki നെഗറ്റീവ്, കാരണം ഈ ചിലപ്പോൾ താഴെയും വരാം, -4 ആക്ച്വലി വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ ജസ്റ്റ് അവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ട ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ആക്ച്വലി അത്ര മാത്രമേ വരുന്നുള്ളൂ. ഇതാ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ടു കാൽക്കുലേറ്റ് ഏരിയ എ അണ്ടർ ദി ഗ്രാഫ് ഓഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ്, ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ലൈയിങ് ബിലോ ആൻഡ് എബവ് എഫ് വിച്ച് ആർ ക്ലോസർ ആൻഡ് ക്ലോസർ ടുഗദർ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്ടീഷൻസിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് വരുന്നതാണ്. ഇനി നമുക്കൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് >= 0 എന്ന് മാത്രമേ തന്നുള്ളൂ. ചിലപ്പോൾ അതെന്താവാം, ഒരു വേവ് ആവാം, പല മോഡലിലെ ഫംഗ്ഷൻ വരാം. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക? അത് ആക്ച്വലി അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഫംഗ്ഷൻ്റെ തൊട്ട് മേലെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻസുകൾ എടുക്കും, തൊട്ട് താഴെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻസുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Then the area of A is the number which is above all the lower sums and below all the upper sums. ആ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ എബവ് ഉള്ള എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും നമ്മൾ കണ്ടുപിടിച്ചു, ആൻഡ് ബിലോ ഉള്ള എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും കണ്ടുപിടിച്ചു. ഏരിയ എന്ന് പറയുന്നത് ഏരിയ എ ഈസ് ദി നമ്പർ വിച്ച് ഈസ് എബവ് ഓൾ ദി ലോവർ സംസ്. ലോവർ സംസ് മീൻസ് താഴെയുള്ള ഫംഗ്ഷൻസിൻ്റെ
ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ താഴെയുള്ള എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ മേലെയുള്ള ഫംഗ്ഷനും ആൻഡ് ബിലോ ഓൾ ദി അപ്പർ സംസ്. അപ്പർ സംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ മേലെയുള്ള എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ഏറ്റവും താഴ്ന്നിട്ടുള്ള, ഏറ്റവും ചെറിയ, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ആ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ ഏരിയ നമ്മൾ ആ നമ്പറായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഏരിയ കാണുന്നത്. ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷനിലേക്കും പോവുക. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ an estimate for area of the function f, g and h defined below. f of x is equal to x square. 1 to 3 ഫംഗ്ഷൻ്റെ വാല്യൂ f of x is equal to x square ആൻഡ് g of x എന്ന് പറയുന്നത് 1 to 2 1 4 ആൻഡ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് നോക്കൂ. ഇതാണ് f of x എന്ന് പറയുന്നത് നമ്മൾ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. ഇത് ആക്ച്വലി സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇത് രണ്ടും സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. കാരണം 1-2 ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് 1 വരുന്നു, 2-3 ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് 4 വരുന്നു. സിമിലർലി എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1-2 ഫംഗ്ഷൻ വാല്യൂ 4 വരുന്നു, 2-3 ഫംഗ്ഷൻ വാല്യൂ 9 വരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഇവിടെയുള്ള ഒറിജിനൽ ഫംഗ്ഷൻ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1-3 ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അതിന് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു, ഇടയ്ക്കൊരു നമ്പറും കൂടി കൊടുക്കുക, 1-2 2-3 1-2 2-3. അപ്പോൾ അതാണ് ഇവിടെ ആക്ച്വലി എന്താക്കുന്നത്, 1-2 2-3 നമ്മൾ പാർട്ടീഷൻസ് എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഫംഗ്ഷൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1-ൽ 1 തന്നെയാണ് ആൻഡ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 3-ൽ 9 ആണ്. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മിനിമം 1-2 ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ എഫ് ഓഫ് എക്സിൽ 4 ആണ്, ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ 1 ആണ്. നമ്മൾ 1 ആയിട്ട് ചൂസ് ചെയ്യും മിനിമം വാല്യൂ. ദെൻ 2-3 ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ 2 സ്ക്വയർ 4 ആണ്, മാക്സിമം വാല്യൂ 9 ആണ്. ഇവിടെ നമ്മൾ ലോവർ സമ്മായിട്ട് ആ ഗ്രാഫിൻ്റെ താഴെയുള്ള പോയിൻറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു, മിനിമം പോയിൻറ്റ്സ് എടുക്കുന്നു ഫംഗ്ഷൻ്റെ. ഈ ഓരോ ഇൻ്റർവെല്ലിലെ മിനിമം പോയിൻറ്റ്സ് ഇവിടെ 1-ൻ്റെ വാല്യൂ ആൻഡ് ഇവിടെ 2-ൻ്റെ വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യും. സിമിലർലി എബവ് ഫംഗ്ഷൻസിൻ്റെ മേലേക്കുള്ള ഗ്രാഫിൻ്റെ ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കുന്നു, അതായത് 1-2 ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മാക്സിമം ആവുന്നത് 2-ലാണ്. അപ്പോൾ 4-ഉം 2-3 ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മാക്സിമം ആവുന്നത് 3-ലുമാണ്. അപ്പോൾ ഫംഗ്ഷൻ 9 എടുക്കുന്നു. അപ്പോൾ 9-ഉം 4-ഉം നമ്മളിവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മേലെ വരുന്ന, അതായത് അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ തൊട്ട് മേലെ വരുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിനെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആവുന്ന അത് ചൂസ് ചെയ്യുന്നു. ബൈ ഡ്രോയിങ് ദ ഗ്രാഫ്സ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു, ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ താഴെയാണ് ജി ഓഫ് എക്സ്, കാരണം നമ്മളിവിടെ ചൂസ് ചെയ്ത മിനിമമാണ്. എഫ് ഓഫ് എക്സിൻ്റെ മേലെയാണ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഏത് വരുന്നു, മാക്സിമം വരുന്നു. ഫൈൻഡ് ദി ലോവർ സം ആൻഡ് ദി അപ്പർ സം. നമ്മൾ ലോവർ സം അപ്പർ സം കണ്ടുപിടിക്കും. ലോവർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സിൻ്റെ ഏരിയ, അപ്പർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് എക്സിൻ്റെ ഏരിയ. ജനറലി ഒരു എഫ് ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചിട്ട് അപ്പർ ഏരിയ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സിൻ്റെ ഏരിയ, ലോവർ ഏരിയ എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഏരിയ. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ജി എന്ന് പറയുന്നത് K1 × Δx1 പ്ലസ് K2 × Δx2. Δx1 എന്ന് പറയുന്നത് 1-2 ആണ്, അപ്പോൾ 1 തന്നെ വരും. 2 - 1 എന്ന് പറയുന്നത് 1 ആണ്, 1 × 1 1. സിമിലർലി K2 എന്ന് പറയുന്നത് എന്ത് വരും, വാട്ട് ഈസ് K2? K2 is equal to 4 and Δx2 is equal to 3 - 2 is equal to 1. Then 1 × 2 plus 4 × 1 that is equal to 6. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഗ്രാഫ് ജിയിലെ ഏരിയ എന്ന് പറയുന്നത് 6 ആണ്. സിമിലർലി നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് എക്സിൻ്റെ ഗ്രാഫിലെ ഏരിയ എന്ന് പറയുന്നത് 13 കിട്ടും. അപ്പോൾ ലോവർ സം എന്ന് പറയുന്നത്, ലോവർ സം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 6-ഉം അപ്പർ സം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 13-ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ ഏരിയ വരിക. അങ്ങനെയാണ് നമ്മൾ ഏരിയ എന്നുള്ള ആ ഫംഗ്ഷനിലേക്ക് നമുക്ക് എത്തിക്കുന്നത്. An estimate for distance
വേരിയബിൾ വെലോസിറ്റി. നമ്മൾ നേരത്തെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ വെലോസിറ്റിയും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വെലോസിറ്റി ഇൻറ്റു ടൈം, ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സമ്മേഷൻ, എല്ലാ ഇൻ്റർവെൽസിൻ്റെയും സമ്മേഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക. അപ്പോൾ അതും പ്രകാരം നമുക്ക് നോക്കാം. സപ്പോസ് എ വെഹിക്കിൾ is moving on a straight highway such that during the time interval ti minus 1, അതായത് ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ti-1 ti എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ വെഹിക്കിളിന് ഒരു വെലോസിറ്റി vi എന്ന് പറയുന്നത് ti-1 ti, ആ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ വെലോസിറ്റി എന്ന് പറയുന്നത് vi. ദ വെലോസിറ്റി vi ഈസ് നോട്ട് എ കോൺസ്റ്റൻ്റ് അല്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ല, ബട്ട് എ വേരിയബിൾ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓൺ വി ആൻഡ് ലൈസ് ബിറ്റ്വീൻ കോൺസ്റ്റൻസ് RI ആൻഡ് SI. അത് വി ഐ എന്ന് പറയുന്നത് RIക്ക് SIക്ക് ഇടയ്ക്കാണെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. സച്ച് ദാറ്റ് RI is less than or equal to VI less than or equal to SI എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ VI എന്ന് പറയുന്നത് RIക്കും SIക്കും ഇടയ്ക്കാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. എസ്റ്റിമേറ്റ് എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ യൂഷ്വലി RI is less than VI. നമുക്കറിയാം Δx1 മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈമാണ്, Δti എന്നാണ്. ജസ്റ്റ് അത് മാറിയതാണ്. ഇപ്പോൾ xi-1 xi എന്ന് പറയുന്നത് ti-1 ti ആണ്. അപ്പോൾ R1 ഇൻറ്റു Δx1 പ്ലസ് എക്സെട്രാ പ്ലസ് RN ഇൻറ്റു Δx ലെസ് ദാൻ ഓർ ഈക്വൽ ടു V1 ഇൻറ്റു Δx1 പ്ലസ്, ഇവിടെ ആക്ച്വലി വീസ് ഒക്കെ വേരിയബിൾ ആണ്, ആർസ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ നമ്മൾ ലോവർ ലിമിറ്റ് സമ്മായിട്ട് നമുക്ക് ഈ വി ഐസിൻ്റെ RIs നമ്മൾ നമ്മൾ എന്താക്കുന്നു, സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ പർട്ടിക്കുലർ ti-1 tiയിൽ ലോവർ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് നമ്മൾ RI എന്ന് പറയുന്ന ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നു, അപ്പർ സമ്മായിട്ട് നമ്മൾ SI എന്ന് പറയുന്ന ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇതെന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം ഈ റിലേഷൻ. This is equal to R1 delta x1 plus x plus RN delta xn less than or equal to V1 delta x1 plus x plus Vn delta xn less than or equal to S1 delta x1 plus x plus S2 delta Sn delta xn. ഇത് ക്ലിയർ ആണ്, കാരണം ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ ലോവർ എസ്റ്റിമേറ്റ്, അതായത് വി ഐ എന്ന് പറയുന്ന വേരിയബിൾ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോവറായിട്ട് നമുക്ക് എന്ത് കിട്ടും? ആക്ച്വലി ലോവർ എസ്റ്റിമേറ്റ് ആയിട്ട് ഈ ഇൻ്റർവെല്ലിൽ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റും അപ്പർ എസ്റ്റിമേറ്റ് ആയിട്ട് ഇതും കിട്ടും. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കായിരിക്കും നമ്മുടെ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ലോവർ എസ്റ്റിമേറ്റ് ആൻഡ് അപ്പർ എസ്റ്റിമേറ്റ് ആയിരിക്കും. നമ്മളൊരു എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ വെലോസിറ്റി ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ് ഓഫ് എ വെഹിക്കിൾ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ഹൈവേ ഈസ് ഒബ്സർവ്ഡ് ഓവർ എ ഫസ്റ്റ് 40 seconds and is given below. എന്ത് തന്നിട്ടുണ്ട്? സിമിലർലി നമുക്ക് തന്നിട്ടുണ്ട് ടൈം ഇൻ്റർവൽ 0 to 10 വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 5 × 6.5 ഇടയ്ക്കാണ്. വെലോസിറ്റി 10 to 20 വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 7 × 8.5 ഇടയ്ക്കാണ്. 20 to 30 വെലോസിറ്റി എന്ന് പറയുന്നത് 8.8 10 ഇടയ്ക്കാണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ 0-40. നമുക്ക് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് നമുക്ക് എന്തെടുക്കാം? R1 ആയിട്ട് 5 ചൂസ് ചെയ്യുന്നു ലോവർ, ആൻഡ് S1 ആയിട്ട് 6.5 ചൂസ് ചെയ്യുന്നു ഇൻ്റർവെല്ലായിട്ട് 0 to 10. R2 ആയിട്ട് സിമിലർലി ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി വീസ് ഒക്കെ ആഡ് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ എസ്റ്റിമേറ്റിൻ്റെയും അപ്പർ എസ്റ്റിമേറ്റിൻ്റെ ഇടയ്ക്കായിരിക്കും. അതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്തത്, ലോവർ എസ്റ്റിമേറ്റിൻ്റെയും അപ്പർ എസ്റ്റിമേറ്റിൻ്റെയും ഇടയ്ക്ക്. അപ്പം നമ്മളത് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 5 × 10 - 0 10, 7 × 10 - 20 - 10 that is 10, 8.8 × 40 - 20 that is 20. That value will be 296 and this value will be 350. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 350. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എന്താണ്? 296 350 ഇടയ്ക്കാണ് വരുന്നത് എന്ന് നമുക്ക് ആക്ച്വലി കിട്ടുന്നു. The velocity of a snail moving on a straight steel bar at a time t is 0.002 t² plus 1 meters per second. വെലോസിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നത്. വെലോസിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ ആക്ച്വലി തന്നത്.
Use the following functions to find the lower and upper estimates and give an estimate how far the snail crawled during the first 2 seconds. ആദ്യത്തെ 2 സെക്കൻഡ്സിൽ എത്ര തന്നിട്ടുണ്ട് എന്നാണ് ചോദ്യം. നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷനാണ് ആക്ച്വലി ഇവിടെ തന്നത്. വെലോസിറ്റി ഫംഗ്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻ ബിറ്റ്വീൻ വേരിയബിൾ അല്ല എന്നത് വെലോസിറ്റി ഫംഗ്ഷനാണ്. അത് നമുക്കൊരു ഫംഗ്ഷനായിട്ടും തന്നിട്ടുണ്ട്. ജി ഓഫ് ടിയും എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ആക്ച്വൽ വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് ലോവർ സമായിട്ട് തന്നിട്ടുള്ളത് ജി ഓഫ് ടി എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ആക്ച്വലി എന്താണ് 0 × 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇവിടെ വരുന്നത് 1 - 0 1 ആണ്. 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. ദെൻ ഏരിയ ഓഫ് ദി അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദെൻ ഈ ഫംഗ്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. 2/3 - 0 2/3 ഫംഗ്ഷൻ്റെ വാല്യൂ 2. 4/3 - 2/3 ദാറ്റ് ഈസ് അഗെയിൻ 2/3 ഫംഗ്ഷൻ്റെ വാല്യൂ 4. 2 - 4/3 ദാറ്റ് ഈസ് അഗെയിൻ 2/3 ഫംഗ്ഷൻ്റെ വാല്യൂ 5. അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഏരിയ അണ്ടർ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ്. നമ്മുടെ ഗ്രാഫ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ എന്താണെന്നുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22/3. അതായത് അപ്പർ എസ്റ്റിമേറ്റും ലോവർ എസ്റ്റിമേറ്റും നമുക്ക് ആക്ച്വലി കിട്ടി. നമുക്കറിയാം എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0.002 × ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 22/3യും ലോവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് എ lower estimate for S of t is 0.002 into function എന്ത് കൊടുക്കുക ഫംഗ്ഷൻ ആക്ച്വലി എന്ത് കൊടുക്കുന്നു നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എന്ത് കൊടുക്കുന്നു ആ ടൈം വാല്യൂ ലോവർ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ അതായത് ഈ ഫംഗ്ഷൻ്റെ എസ്റ്റിമേറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ ഫംഗ്ഷൻ്റെ എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ കണ്ടുപിടിച്ചത്. ഈ ഫംഗ്ഷൻ്റെ എസ്റ്റിമേറ്റ് ആണ്. ഈ ഫംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ ദീസ് 2 ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ടി സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ഫംഗ്ഷനാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടി സ്ക്വയർ പ്ലസ് 1 വാല്യൂ കൊടുത്ത് നോക്കുക. 0 കൊടുക്കുമ്പോൾ ഇനിഷ്യലിൽ 0 കൊടുക്കുമ്പോൾ ടി സ്ക്വയർ പ്ലസ് 1 എന്താവുന്നു ആക്ച്വൽ വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. 0 കൊടുക്കുമ്പോൾ വരുന്ന വാല്യൂ 1 കൊടുക്കുമ്പോൾ വരുന്ന വാല്യൂ അതായത് ഈ എൻ പോയിന്റിലെ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. എൻ പോയിന്റിലെ വാല്യൂ വെച്ചിട്ട് ചൂസ് ചെയ്തിട്ട് അതിനെക്കാട്ടും ലെസ് ദാൻ ഒരു വാല്യൂ എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പർ സമ്മും ലോവർ സമ്മും ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് ടിയുടെ അപ്പർ എസ്റ്റിമേറ്റും ലോവർ എസ്റ്റിമേറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എസ് ഓഫ് ടിയുടെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ്റെ എന്ന് പറഞ്ഞാൽ 0.002 × ലോവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് ടിയുടെ ലോവർ എസ്റ്റിമേറ്റ് 2 ആണ്. അപ്പോൾ എന്തായി 0.004 കിട്ടി. ആൻഡ് അപ്പർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 22/3 ആണ്. അപ്പോൾ 0.002 × 22/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.014666. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ഇൻ ബിറ്റ്വീൻ 0.004ൻ്റെയും 0.014666ൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് കിട്ടി. ഇനി യൂസ് ദി അപ്പർ ആൻഡ് ലോവർ സംസ് ടു ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. 0 to 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. 0 1 1 2 2 എന്ന് പറയുന്ന പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പം നമുക്ക് അതിൻ്റെ അപ്പർ ഏരിയയും ലോവർ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് 0 1 ഓപ്പൺ ഇൻ്റർവൽ 0 1 നമ്മൾ ഇൻ്റർവൽസ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. 0 1/n പ്ലസ് 0 1/n നമ്മൾ ഇൻ്റർവെൽസ് ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത് 1/n അല്ല വരിക. ആക്ച്വലി രണ്ടാമത് വരും ഇവിടെ 2/n ആണ്. ആക്ച്വലി ഇത് ഇതായിട്ടാണ് വരിക. 0 1/n 2/n ലാസ്റ്റ് n - 1/n ദെൻ n/n. n/n ആക്ച്വലി 1 ആണ്. ഇവിടെ 2/n ആണ് വരിക. ആക്ച്വലി നമ്മൾ ഇൻ്റർവെൽ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. i - 1/n i/n ദാറ്റ് ഈസ് i - 1 ഫസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 - 1/n ദാറ്റ് ഈസ് 0 to 1/n. സെക്കൻഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1/n to 2/n. ലാസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് n - 1/n to 1/n. ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത്.
ഇതാണ് ആക്ച്വലി ഇൻ്റർവെൽ. ഇവിടെ നമ്മൾ എങ്ങനെ വാല്യൂ ചൂസ് ചെയ്യും? നമുക്കറിയാം ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ചൂസ് ചെയ്യുന്നത് എച്ച് ഓഫ് എക്സ്, അതായത് ലോവർ ലിമിറ്റ് എന്ന് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. മിനിമം പോയിന്റ് വരുന്നത് i-1/n ടു i/n എന്ന് പറയുന്നതിൽ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് i-1/n ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് ജി ഓഫ് എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നു? ഈ ഏറ്റവും ലീസ്റ്റ് വാല്യൂ, ഈ ഇൻ്റർവെല്ലിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിട്ടുള്ള i-1/n ഇവിടെ ഫിക്സ് ചെയ്യുന്നു. സിമിലർലി എന്താവുന്നു? എച്ച് ഓഫ് എക്സ് നമ്മൾ അപ്പർ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം വാല്യൂ, കാരണം ഗ്രാഫിന് എബോവ് ആയിരിക്കണം. അപ്പോൾ i/n, ഈ ഇൻ്റർവെല്ലിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ i/n. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൽ i/n തന്നെയാണ് അവിടെ വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്തെന്ന് കിട്ടും? ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഈക്വൽ ടു സിഗ്മ ഐ. ഇനി ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് നോക്കൂ. ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെ നോക്കിയാലും 2/n - 1/n, ദാറ്റ് ഈസ് 1/n. 1/n - 0 1/n. 1 - n - 1/n എന്ന് പറയുന്നത് 1/n. 2/n - 1/n എന്ന് പറഞ്ഞാൽ 1/n. 1/n - 0 എന്ന് പറഞ്ഞാൽ 1/n. ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് നമുക്ക് 1/n, അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ദെൻ സമ്മേഷൻ ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ എസ്റ്റിമേറ്റ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടി സിഗ്മ i ഈക്വൽ ടു 1 to n. ഇവിടെ 1/n എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതായത് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് ഫിക്സഡ് ആയതുകൊണ്ടാണ് 1/n വരുന്നത്. നമ്മൾ ഡെൽറ്റ എക്സൈസ് ഒക്കെ ഇവിടെ 1/n ആണ്, അതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഈ ഒരു ടേം വരുന്നത്. സിഗ്മ i ഈക്വൽ ടു 1 to n i-1/n ഇൻറ്റു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ i/n ഇൻറ്റു 1/n. ദിസ് ഈസ് ദി അപ്പർ എസ്റ്റിമേറ്റ് ആൻഡ് ദിസ് ഈസ് ദി ലോവർ എസ്റ്റിമേറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എഴുതിയിട്ട് 1/n² ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സിഗ്മ i ഈക്വൽ ടു 1 to n i മൈനസ് ഇവിടെയുള്ള 1/n എന്തായി? ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ആക്ച്വലി എന്തായി? സിഗ്മ i ഈക്വൽ ടു 1 to n 1i. ദെൻ ഏരിയ അണ്ടർ ദി ഗ്രാഫ് 1/n² ഔട്ട് സൈഡ് എടുക്കുന്നു. സിഗ്മ i ഈക്വൽ ടു 1 to n i എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി വരുന്നത്. ഇനി സിഗ്മ i ഈക്വൽ ടു 1 to n എന്താണെന്ന് നമുക്കറിയാം, n × n + 1/2. സിഗ്മ i ഈക്വൽ ടു 1 to n i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 + 1 എത്ര? 1 ആണ് വരുന്നത്. സോറി, ഇവിടെ i എന്നല്ല, ഇവിടെ ആക്ച്വലി 1 ആണ്. ഇവിടെയും 1 ആണെന്ന് പറഞ്ഞു. 1 n തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് പാർട്ട് നമുക്ക് കിട്ടും 1/n² ഇൻറ്റു n × n + 1/2 മൈനസ് n. അതായത് ഈ ഒരു പാർട്ടിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്നും ഈ ഒരു പാർട്ടിൻ്റെ സം നമുക്കറിയാം n × n + 1/2. സിമിലർലി ഏരിയ അണ്ടർ ദി എഫ് 1/n² ഔട്ട് എടുക്കുക. ഇത് നമുക്കറിയാം n × n + 1/2. ദെൻ ആക്ച്വലി നമുക്കപ്പോൾ എന്ത് കിട്ടും? 1/n ഇൻറ്റു n + 1/2 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു n + 1/2 എന്ന് പറഞ്ഞ് നമുക്ക് ഏരിയ കിട്ടും. ആക്ച്വലി എന്ത് കിട്ടുന്നു? നമുക്ക് അങ്ങനെയുള്ളൊരു ഏരിയ കിട്ടുന്നു. ഇതിനെ വീണ്ടും നമ്മൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 1/2 - 1/2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ അണ്ടർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 + 1/2n എന്നുള്ള ഫോമിലേക്ക് മാറ്റുന്നു. ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഇതിനെ മാറ്റി എഴുതുകയാണ്. ഇതിനെ മാറ്റി എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. ആക്ച്വലി ഇതിനെ 1/2 ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് തന്നെ കിട്ടും. ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് തന്നെ കിട്ടും. ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുന്നത് എന്താണ്? ഹെൻസ് ആൻ എസ്റ്റിമേറ്റ് എഫ് ഓഫ് എക്സിൻ്റെ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും? ഈ ലോവർ എസ്റ്റിമേറ്റ് ആയ 1/2 - 1/2n ആൻഡ് 1/2 + 1/2n ഇടയ്ക്കായിരിക്കും ആക്ച്വലി എന്ത് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വരിക. ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ ആക്ച്വലി നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടുള്ള ലോവർ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ ഈ ഇൻ്റർവെല്ലിലെ മിനിമം വാല്യൂ ചൂസ് ചെയ്തു. അപ്പർ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ ഈ ഇൻ്റർവെല്ലിലെ മാക്സിമം വാല്യൂ ചൂസ് ചെയ്തു. അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സാധാ പ്രൊസീജിയർ സമ്മേഷൻ കണ്ടുപിടിക്കുന്നു. സമ്മേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സമ്മേഷനൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലോവർ എസ്റ്റിമേറ്റും അപ്പർ എസ്റ്റിമേറ്റും ജസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഏരിയയും സംസും തമ്മിലുള്ള റിലേഷൻ. ഇനി ഈ ഏരിയയും സംസും തന്നെ ഈ ഏരിയയുടെ എസ്റ്റിമേറ്റ് ആയിട്ടായിരിക്കും ആക്ച്വലി ഇൻ്റഗ്രേഷൻ വരിക. അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്.